അങ്ങനെ നമ്മുടെ വൈജ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. സംസാരിക്കാനും അതുപോലെ ഒരാളുടെ സഹായത്തോടെ നീട്ടിരിക്കാനെല്ലാം പറ്റുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ട്. പെട്ടെന്നുള്ള ശിവശങ്കറിന്റെ രാജുവിന്റെ മാറ്റത്തിൽ ആകെ അസ്വസ്ഥരായിരിക്കാണ് നമ്മുടെ രോഹിത്തും ബബിതയും. ഇത്ര നാൾ അലീനെ പുറത്താക്കണമെന്ന് പറഞ്ഞ ശിവശങ്കർ രാജുവും അലീനെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കങ്ങ് പിടിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം രോഹിത്തും ബബിതയും ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് വൈജയെ കാണാനായിട്ട്. അന്നേരം വൈജയ്ക്കരികിൽ രാജീവും ശിവശങ്കറൊക്കെ ഉണ്ടാകും. വൈജയുടെ കയ്യിലും കാലിലെല്ലാം പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് കണ്ട് ബബിതയുടെ കണ്ണെല്ലാം നിറയും. ഒരു നിമിഷം അവൾ അമ്മയെ തന്നെ നോക്കി നിൽക്കും. അങ്ങനെ ബബിതയും രോഹിത്തും ചേർന്ന് വൈജയെ ബെഡിൽ ചാരിയിരുത്താണ്. നഴ്സ് അപ്പൊ പറയുന്നുണ്ട്, വൈജയന്തിയെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുത്. കാരണം അവരുടെ വായ്ക്കുള്ളിലും മൂക്കിനുള്ളിലെല്ലാം മുറിവാണ്. കൂടുതൽ സംസാരിച്ചാൽ ബ്ലഡ് വരും എന്നൊക്കെ നഴ്സ് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തും ബബിതയും ഇതുവരെ നടന്ന കാര്യങ്ങൾ മൊത്തം വൈജയോട് തുറന്നു പറയും. രാജീവിന്റെ ശിവശങ്കറിന്റെയും മാറ്റം ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ വൈജിക്ക് അങ്ങ് ദേഷ്യം വരും. വൈജ അപ്പൊ രാജീവിനോടും ശിവശങ്കറിനോടും ചോദിക്കും, ഹോ, നിങ്ങളിപ്പോ ബാലേന്ദ്രന്റെയും അലീനയുടെയും സൈഡായല്ലേ? ഇപ്പൊ ഞാനും എന്റെ മക്കളും പുറത്ത്. അപ്പൊ രാജീവ് പറയും, വൈജയ്, നീ കരുതുന്ന പോലെ ഒന്നുമില്ല. എല്ലാം നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു. അലീന ആ വീട്ടിൽ തന്നെ ജീവിക്കേണ്ട കുട്ടിയാണ്. അന്നേരം വൈജ അങ്ങ് പൊട്ടിത്തെറിച്ച് ചോദിക്കും, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവളെ അവിടെ വെച്ച് പൊറിപ്പിക്കുന്നത്? എനിക്കത് അറിയണം. അയാളുടെ പിഴച്ച സന്തതിയെ അവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. വൈജയ്, നീ ഇങ്ങനെ വാശി പിടിക്കരുത്. ഇത് നല്ലതിനല്ല. കുടുംബ സമാധാനല്ലേ വലുത് എന്നൊക്കെ ശിവശങ്കർ ചോദിക്കുമ്പോ വൈജ പറയുന്നുണ്ട്, അത് ഞാൻ മാത്രം കരുതിയാ മതിയോ? ഞാനാണോ വാശി പിടിച്ചത്? ബാലേന്ദ്രൻ എന്തുകൊണ്ട് അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നില്ല? അത് അയാളുടെ ദുർവാശിയല്ലേ? ഞാൻ എന്തിനു തോറ്റു കൊടുക്കണം? ഞാൻ തോറ്റു കൊടുക്കേണ്ട കാര്യം എന്താ? ന്യായമായിട്ടുള്ള ഒരു ഉത്തരം ബാലേന്ദ്രൻ എനിക്ക് ഇതുവരെയായിട്ടും തന്നിട്ടില്ല. അലീനെ പുറത്താക്കാൻ പറയുമ്പോ എനിക്ക് മനസ്സില്ല എന്നൊരു ഉത്തരം മാത്രാണ് ബാലേന്ദ്രൻ എന്നോട് പറയാറുള്ളത്. ഭാര്യ പിണങ്ങി പോകുന്നെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന്. ഞാൻ എന്താ ഭർത്താവിന്റെ അടിമയാണോ? അയാൾ പറയുന്നതെല്ലാം അതേപടി അനുസരിച്ച് എല്ലാ അപമാനങ്ങളും എല്ലാ വേദനകളും സഹിച്ചു കഴിയാനായിട്ട് എനിക്കെന്തായാലും അതിന് പറ്റില്ല എന്നൊക്കെ ശബ്ദമുയർത്തി വൈജ പറയുമ്പോ, വൈജയ്, നീ കൂടുതൽ സംസാരിക്കണ്ട. ഡോക്ടർ പറഞ്ഞതല്ലേ ഒരുപാട് സംസാരിക്കരുതെന്ന്. നീ ഞങ്ങള് പറഞ്ഞത് കേട്ടാ മതി എന്നൊക്കെ ശിവശങ്കർ പറയും. അന്നേരം വൈജ ചോദിക്കാണ്, അലീന എന്റെ വീട്ടിൽ നിന്ന് പോകുമോ ഇല്ലയോ? എനിക്കത് മാത്രം അറിഞ്ഞാ മതി. അവള് പോകില്ലെന്ന് അറിഞ്ഞത് കൊണ്ട് വീട് വിട്ട് ഇറങ്ങിയവളാണ് ഞാൻ. അവള് താമസിക്കുന്ന വീട്ടിൽ എനിക്കിനി താമസിക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടാലും മക്കളെ നഷ്ടപ്പെട്ടാലും ശരി, ഇനി എന്റെ ജീവിതം പോലും നഷ്ടമായാലും എനിക്കൊരു കുഴപ്പമില്ല. അവളെ പറഞ്ഞു വിടാതെ ആ വീട്ടിലേക്ക് ഞാൻ ഇനി പോകില്ല എന്നൊക്കെ വൈജ ദേഷ്യത്തോടു കൂടി പറയുമ്പോ വൈജയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരും. എന്നിട്ട് ബബിത വേഗം ഒരു കോട്ടൺ എടുത്തോണ്ട് അതെല്ലാം ഒപ്പി കൊടുക്കുന്നുണ്ട്. അമ്മ ഇനി കൂടുതൽ സംസാരിക്കേണ്ട. അമ്മയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ഒരുപാട് സംസാരിക്കരുതെന്ന് നേഴ്സ് പറഞ്ഞതല്ലേ? അപ്പൊ രോഹിത് പറയും, അമ്മേ, അച്ഛൻ ഞങ്ങൾക്ക് കുറെ നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അലീന ഇനി മുതൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണെന്നും അച്ഛൻ അവളെ ദത്തെടുത്തു. ഇനി മുതൽ അച്ഛന് 3 മക്കളല്ല 4 മക്കളാണ്. അതിൽ മൂത്ത മകളാണ് പോലും അലീന. ഞങ്ങളെല്ലാം അവളെ ചേച്ചിന്ന് വിളിക്കണം പോലും. അതുപോലെ വീട്ടിലെ പണികൾക്കെല്ലാം അവളെ സഹായിക്കണമെന്നൊക്കെയാണ് അച്ഛൻ ഞങ്ങളോട് നിർദ്ദേശിച്ചത്. ഇത് കേട്ടതോടെ വൈജിക്ക് അങ്ങ് കലി അടങ്ങുന്നില്ല. ഇത് നേരാണോ ശിവേട്ട എന്ന് വൈജി ചോദിക്കും. അപ്പോ വൈജിയുടെ മൂക്കിൽ നിന്നും വീണ്ടും ബ്ലഡ് വരാണ്. ബബിത വീണ്ടും ഒരു കോട്ടം വെച്ച് ഒപ്പി കൊടുക്കുന്നുണ്ട്. അത് മാത്രല്ല അമ്മേ, ഈ 2 അങ്കിൾമാരും അച്ഛൻ പറയുന്നതെല്ലാം ശരിവെക്കാണ്. പോരാത്തതിന് ഞങ്ങളെ ഉപദേശിക്കുക, അച്ഛൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോ വൈജങ്ങ് അന്താളിച്ച് നിക്കാണ്. എന്താണ് ശിവേട്ട ഇതിനൊക്കെ അർത്ഥം? എന്റെ മക്കൾ എന്തിനാണ് വീട്ടുവേലക്കാരിയായി വന്നവളെ കുടുംബാംഗമായിട്ടും ചേച്ചിയായിട്ടൊക്കെ കാണുന്നത്? ബാലേട്ടൻ എന്തിനാണ് അവളെ ദത്തെടുത്തത്? നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഇതിനെല്ലാം സമ്മതിച്ചു കൊടുത്തു? എനിക്കത് അറിയണം എന്നൊക്കെ വൈജയുടെ പൊട്ടിത്തെറിച്ചോണ്ട് ചോദിക്കുന്നുണ്ട്. വൈജയ്, നീ സമാധാനായിട്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക് എന്നെല്ലാം പറഞ്ഞോണ്ട് ശിവശങ്കർ അവിടെ ഒരു കഥയെല്ലാം ഉണ്ടാക്കിയെടുക്കും. ഒരു കള്ളക്കഥയാണ് വൈജയെ വിശ്വസിപ്പിക്കാനായിട്ട് ശിവശങ്കർ പറയുന്നത്. വൈജയ്, നീ കരുതുന്ന പോലെയല്ല. ബാലേന്ദ്രൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന കാലത്ത് ബാലേന്ദ്രന് അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. അവനയാൾ കുറെ സഹായിച്ചിട്ടുണ്ട്. അയാൾ കാരണാണ് ബാലേന്ദ്രൻ കുറച്ചെങ്കിലും മെച്ചപ്പെട്ടത് പോലും. കൂടുതലും ബാലേന്ദ്രൻ അയാളുടെ കൂടെയാണ് താമസിക്കാറുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം അയാൾക്കും അയാളുടെ വൈഫിനും ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അവര് കൊല്ലപ്പെട്ടു. എന്നിട്ട് അയാളുടെ മകളെ അയാളുടെ ഭാര്യയുടെ കുടുംബക്കാർ നാട്ടിലെത്തിക്കുകയും ആ ഒരു കുഞ്ഞിനെ എല്ലാവരും ചേർന്നോണ്ട് അനാഥാലയത്തിലാക്കി. ആ ഒരു കുഞ്ഞാണ് അലീന. കുറെ വർഷങ്ങൾക്ക് ശേഷാണ് ബാലേന്ദ്രൻ ഇപ്പോ തിരിച്ചറിഞ്ഞത് അലീന തന്റെ കൂട്ടുകാരന്റെ മകളാണെന്ന്. അലീനയുടെ ഫുൾ ഡീറ്റെയിൽസ് ബാലേന്ദ്രന് ഓർഫനേജ് വഴി ലഭിച്ചിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലെ അലീന ബാലേന്ദ്രന്റെ മകളല്ല, അവന്റെ സുഹൃത്തിന്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ശിവശങ്കർ അവിടെ ഒരു കള്ളക്കഥ പറഞ്ഞ് വൈജയെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാ വൈജി ആവട്ടെ അതൊന്നും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഒരു കള്ളക്കഥ കൊണ്ട് നിങ്ങളാരും എന്റെ കണ്ണ് മൂടി കെട്ടാന്ന് വിചാരിക്കണ്ട.
ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വെക്ക്, ബാലേന്ദ്രൻ എന്തുകൊണ്ട് ഞങ്ങളോട് ഇത്ര കാലം അതെല്ലാം മറച്ചു വെച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങേർക്ക് പറയാമായിരുന്നില്ലേ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി വൈജ ചോദിക്കുമ്പോ രാജീവ് പറയും, വൈജയ് സുഹൃത്തിന്റെ മകളാണെന്ന് പറഞ്ഞാലും നീ അവളെ അവിടെ നിർത്തുമായിരുന്നോ? വന്ന അന്ന് മുതൽ നിനക്ക് അവളെ ഇഷ്ടമല്ലെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി സുഹൃത്തിന്റെ മകളാണെന്ന് പറഞ്ഞാൽ പോലും നീ പറയില്ലേ അലീന ബാലേന്ദ്രന്റെ രഹസ്യക്കാരിയാണെന്ന്? അതുകൊണ്ടാണ് അയാളത് അയാളുടെ മകളാണെന്ന് പറഞ്ഞത്. അന്നേരം വൈജ പറയും, എനിക്കവൾ കൂട്ടുകാരന്റെ മകളായാലും വേണ്ടില്ല, കൂട്ടുകാരിയുടെ മകളായാലും വേണ്ടില്ല. എന്റെ ആരുമല്ലാത്തവൾ ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അവൾ അവിടെ ഉണ്ടായാൽ ബാലേന്ദ്രന്റെ കൂടെയുള്ള ജീവിതം ഞാനങ്ങട്ട് അവസാനിപ്പിക്കും. ഹോ, ഇപ്പൊ നിനക്കല്ലേ വൈജ ദുർവാശി? ബാലേന്ദ്രൻ ഞങ്ങളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞതാണ്. ഞങ്ങൾക്കെല്ലാം എല്ലാം ബോധ്യമായി. പിന്നെ നിനക്ക് മാത്രം എന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? മരിച്ചുപോയ സുഹൃത്തിന്റെ മകളെ സ്വന്തം മോളെ പോലെ കരുതണ്ടെന്ന്. അതൊന്നും പറയാൻ ഞങ്ങളെ കിട്ടില്ല, പറഞ്ഞേക്കാം എന്നൊക്കെ ശിവശങ്കർ പറയും. അപ്പൊ വൈജ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ശിവേട്ടാ, അവൾ ആരുടെ മോള് വേണേലും ആയിക്കോട്ടെ, എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല. അവളെ അവിടെ നിർത്തരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാലേന്ദ്രൻ അവളെ ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ട് താമസിപ്പിക്കാലോ, മറ്റു ജോലികൾ സംഘടിപ്പിച്ചു കൊടുക്കാലോ. ഇനി അതും പോട്ടെ, അവളുടെ കല്യാണം നടത്തി കൊടുത്ത് കടമകളെല്ലാം തീർക്കാലോ, അതിനൊന്നും ഞാൻ എതിരല്ല. അവൾ എന്റെ മുന്നിൽ ഉണ്ടാകാൻ പാടില്ല, എന്റെ കൺമുന്നിൽ കാണരുത് എന്നൊക്കെ തർപ്പിച്ച് വൈജ പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, എന്താണ് വൈജ നിനക്ക്? എന്തിനാണ് അവളോട് ഇത്രമാത്രം വൈരാഗ്യം? അവള് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾക്കൊക്കെ കുറഞ്ഞ ശമ്പളത്തിൽ വച്ച് വിളമ്പി സകല പണി ചെയ്യുന്നില്ലേ? പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? അപ്പോ വൈജ പറയും, ആ നാശം പിടിച്ചവൾ എന്നെന്റെ വീട്ടിൽ വന്നു അന്നു മുതല് ബാലേന്ദ്രൻ എന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. അവള് വന്നതോടെയാണ് ശിവേട്ട ഞങ്ങളുടെ കുടുംബം തകർന്നു പോയത്. എല്ലാം പോട്ടെ, ഞാനിപ്പോ ഈ കിടപ്പിലാകാൻ പോലും കാരണം ആ നാശം പിടിച്ചവളാണ് എന്നൊക്കെ പറയുമ്പോ വൈജയുടെ മൂക്കിൽ നിന്ന് വീണ്ടും ബ്ലഡ് വരും. ഒരു കോട്ടം വെച്ചോണ്ട് ബബിത അത് തുടച്ചു കൊടുക്കുന്നുണ്ട്. വൈജയ്, നീ എന്തായാലും ആലോചിച്ചൊരു തീരുമാനം എടുത്തോ. ഞങ്ങൾ എന്തായാലും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. 23 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ മൊത്തം നിന്റെ മനസ്സിൽ വേണം. അതുകൊണ്ട് അവന്റെ അടുത്ത് കൂടുതൽ വഴക്കിന് പോവാത്തതാണ് നല്ലത്. ഞങ്ങൾ എന്തായാലും നാളെ വൈകുന്നേരം തിരിച്ചു പോകും. രാത്രിയാണ് എന്റെ ഫ്ലൈറ്റ് എന്നൊക്കെ ശിവശങ്കർ പറഞ്ഞ് അവരങ്ങ് പോവാണ്. അപ്പൊ രോഹിത്തും ബബിതയും വൈജയ് ബെഡിൽ കിടത്തും. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആരൊക്കെ നമ്മളെ കൈ ഒഴിഞ്ഞാലും അമ്മയുടെ കൂടെ ഞങ്ങളുണ്ട്. അമ്മ ഇനി സംസാരിക്കണ്ട, അമ്മ കിടന്നോ എന്നെല്ലാം പറയുമ്പോ വൈജയുടെ കണ്ണെല്ലാം നിറയും. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരും. അലീന വിളമ്പി കൊടുക്കുന്നുണ്ട്. മോളെ, നീ കഴിച്ചോ? ഇല്ല അച്ഛാ, ഞാൻ കഴിച്ചോളാം. ഹാ, രോഹിത്തും ഭവിതയൊക്കെ എവിടെ? അവർക്ക് ഭക്ഷണം വേണ്ടേ? അത് പിന്നെ അവർക്ക് ഞാൻ ഉണ്ടാക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞു. അച്ഛൻ ഇനി ഇതിന്റെ പേരിൽ അവരോട് ദേഷ്യപ്പെടണ്ട. അപ്പൊ ബാലേന്ദ്രൻ പറയും, ഹാ ആയിക്കോട്ടെ മോളെ, ഞാൻ എന്തായാലും അവരോട് ചോദിക്കാനും പറയാനൊന്നും പോകുന്നില്ല. വിശക്കുമ്പോ വന്ന് കഴിച്ചോളും. മോൾ എന്തായാലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്നെല്ലാം പറയുമ്പോ അവരവിടെ ഇരുന്നോണ്ട് ഭക്ഷണം കഴിക്കാണ്. പിന്നീട് കുറച്ചു സമയം കഴിയുമ്പോ ബാലേന്ദ്രന്റെ ഫോണിൽ ഗോവർദ്ധനൻ വിളിക്കുന്നുണ്ട്. ആ ചേട്ടാ, ഇന്നുകൂടി സുലോചനയും സുനന്ദേച്ചിയും വൈജ ചേച്ചിയുടെ കൂടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. നാളെ മുതൽ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ബാലേന്ദ്രൻ പറയും, ഹാ ഞാൻ നോക്കട്ടെ ആരെങ്കിലും കിട്ടുമോ എന്ന്. എന്നെല്ലാം പറഞ്ഞോണ്ട് ബാലേന്ദ്രൻ അവിടെ ഫോൺ വെക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ ഞാൻ നിന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം അമ്മേ, ഒരു കുറവും വരുത്തില്ല. അത് ശരിയാവില്ല മോളെ, നീ അവളുടെ ശത്രു അല്ലേ? അപ്പോൾ അവൾ അതിനെന്തായാലും സമ്മതിക്കില്ല. നിന്റെ നാശം കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത് പോലും. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാനെല്ലാം കേട്ടു നിന്നോളാം. ഒന്നില്ലെങ്കിൽ എന്റെ അമ്മയല്ല അച്ഛാ എന്നൊക്കെ അലീന പറയുമ്പോ ബാലേന്ദ്രൻ പറയും, വേണ്ട, നീ നോക്കിയാൽ ശരിയാവില്ല. നീ അവളെ പരിപാലിക്കാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും അവൾക്ക് നിന്നോടുള്ള വെറുപ്പൊക്കെ ഒരു പക്ഷെ മാറിയേക്കും. അത് മാറിക്കഴിഞ്ഞാ പിന്നെ ഞാൻ ആരായി? തോറ്റു തുന്നം പാടിയവൻ. നീ എന്റെ എതിരാളിയുടെ സ്നേഹം സ്വീകരിക്കുമ്പോ നീ എനിക്ക് ശത്രുവായിട്ട് മാറും. നിന്നോട് ഒരിക്കലും എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല മോളെ. ഇനി നിനക്ക് നിന്റെ അമ്മയുടെ സ്നേഹം വേണമെങ്കിൽ നിനക്ക് അവളുടെ അടുത്തേക്ക് പോകാം. ഞാൻ ഒരിക്കലും തടുക്കില്ല. പക്ഷെ നിനക്ക് എന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ അലീന ആകെ പകച്ചുപോയി. വേണ്ടച്ച, എനിക്ക് പോകണ്ട. ഞാൻ അമ്മയുടെ മകളാണെന്ന് അറിഞ്ഞിട്ട് അമ്മ തരാൻ പോകുന്ന സ്നേഹത്തെക്കാൾ എനിക്ക് വലുതാണ് എനിക്ക് എന്റെ അച്ഛൻ തരുന്ന സ്നേഹം. അതിനേക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നും വേണ്ട എന്നൊക്കെ അലീന പറയുമ്പോ ബാലേന്ദ്രന്റെ കണ്ണെല്ലാം നിറയും. ബാലേന്ദ്രൻ അലീനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നിറ കണ്ണുകളോട് കൂടി അവൾ അവളുടെ അച്ഛന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, നിനക്ക് നിന്റെ അമ്മയെ കാണാനുള്ള ആഗ്രഹം നീ ഇപ്പൊ എന്നോട് പറഞ്ഞതല്ലേ? എന്തായാലും ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, നീ വരുന്നോ? ആ അച്ഛാ, ഞാനും വരുന്നു. ആ എന്നാ മോള് വേഗം പോയിട്ട് റെഡി ആവ് എന്നെല്ലാം പറയുമ്പോ അലീന ഹോസ്പിറ്റലിൽ പോവാനായിട്ട് തയ്യാറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തും. അലീനെ കണ്ട് വൈജങ്ങ് തുറിച്ചു നോക്കും. ഹോ, നാശം പിടിച്ചവൾ, ഇവൾ എന്തിനാണിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ ഒരു അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി വന്നതാകും എന്നൊക്കെ ദേഷ്യത്തിൽ അലീനെ നോക്കിയിട്ട് വൈജ പറയാണ്. അങ്ങനെ ബാലേന്ദ്രൻ വൈജയ്ക്കരികിൽ പോയി വൈജയുടെ കൈകാലുകളിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതൊക്കെ ഒന്ന് നോക്കും. എന്നിട്ട് വൈജയോട് പറയുന്നുണ്ട്, നാളെ മുതൽ നിന്നെ നോക്കാനായിട്ട് പുതിയൊരു ഹോം നേഴ്സ് വരും. ഹോ, നിങ്ങളുടെ ഈ വളർത്തുപുത്രിയായിരിക്കും ഈ നാശം പിടിച്ചവൾ. എന്തായാലും എന്നെ നോക്കണ്ട. ഇവളെന്നെ നോക്കുന്നതിൽ ഭേദം ഞാൻ അങ്ങ് ഇവിടെ കിടന്ന് മരിക്കുന്നതാണ്. അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയിട്ടും നിന്റെ നാക്കിനൊരു കുഴപ്പമില്ലല്ലോ. ഈ അവസ്ഥയിൽ കിടക്കുന്ന നിന്നെ പിന്നെ ആര് നോക്കാനാണ്?
നിന്റെ മക്കളൊക്കെ വന്ന് സെന്റ് അടിച്ച് പോവാന്നല്ലാതെ എന്തെങ്കിലും നിനക്ക് അവർ കാവലിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് ബാലേന്ദ്രൻ. അന്നേരം വൈജ പറയും, എന്തായാലും അവൾ എന്നെ നോക്കണ്ട എന്നൊക്കെ ശബ്ദമുയർത്തി തറപ്പിച്ച് തന്നെ വൈജയുടെ പറയുന്നുണ്ട്. അങ്ങനെ ഒടുക്കം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നാളെ വരും പുതിയ ഹോം നേഴ്സ്. എന്തായാലും എന്റെ മകൾ അലീനയല്ല നിന്നെ നോക്കുന്നത്, വേറൊരു സ്ത്രീയാണ്. അവർക്കുള്ള ശമ്പളം ഞാൻ കൊടുക്കുന്നോ അതോ നീ കൊടുക്കുന്നോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോ വൈജ പറയും, നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ഹോ, എനിക്കറിയാം നീ കൊടുക്കുമെന്ന്, പിന്നെ ഞാനൊരു ഭംഗിക്ക് ചോദിച്ചതേ ഉള്ളൂ എന്നൊക്കെ ബാലേന്ദ്രൻ ഒരു പുച്ഛഭാവത്തോടു കൂടി പറയുമ്പോ വൈജ അവിടെ ഒരു ചെക്ക് എടുത്ത് പുച്ഛഭാവത്തോടു കൂടി ബാലേന്ദ്രന് നേരെ നീട്ടും. ഇതോ നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവാക്കിയ മൊത്തം ക്യാഷ് ഇതിലുണ്ട്. ഇത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവാക്കിയ മൊത്തം ക്യാഷ് ഇതിലുണ്ട്. അപ്പൊ ബാലേന്ദ്രൻ അത് വാങ്ങി തുറന്നു നോക്കുമ്പോ വൈജയ്ക്ക് വേണ്ടി ബാലേന്ദ്രൻ ചിലവാക്കിയതിലും ഒരു 10,000 രൂപ കൂടുതലുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതിലൊരു 10,000 രൂപ കൂടുതലുണ്ടല്ലോ. ഹോ, അത് നിങ്ങൾ വെച്ചോ, നിങ്ങളുടെ വീട്ടുകാരല്ലേ എനിക്കരികിൽ ഇത്രയും ദിവസം ഇരുന്നത്, അതിനുള്ള നോക്കുകൂലിയായിട്ട് അത് നിങ്ങൾ തന്നെ വെച്ചോ. ഇത് കേട്ട് ബാലേന്ദ്രൻ ആ ചെക്ക് ലീഫ് ചുരുട്ടി മടക്കി വൈജയുടെ മുഖത്തേക്ക് വലിച്ചെറിയും. ഇത് നീ തന്നെ വച്ചോടി, എന്റെ മക്കളെ ഇത്ര കാലം നീ നോക്കിയതല്ലേ, നീ അതിനുള്ള കൂലിയായിട്ട് നീ ഇത് വച്ചോ എന്നെല്ലാം പറഞ്ഞോണ്ട് ആ ഒരു ചെക്ക് ലീഫ് ചുരുട്ടി മടക്കി വൈജയുടെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. ഇനി നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു കണ്ടീഷൻ വെക്കാം. നീ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി നേരെ എന്റെ വീട്ടിലേക്കല്ല വരുന്നതെങ്കിൽ ഞാനിത് വാങ്ങാം. ഇനി അതല്ല നീ എന്റെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ ഞാനിത് വാങ്ങില്ല. അപ്പൊ വൈജ പറയുന്നുണ്ട്, ഇവിടുന്ന് ഡിസ്ചാർജ് ആയാൽ ഞാൻ നേരെ മിക്കവാറും ഫാമിലി കോർട്ടിലേക്കാകും പോവുക, ഡിവോഴ്സ് ആവശ്യപ്പെട്ട്. അത് കേട്ട് അലീന പറയുന്നുണ്ട്, അയ്യോ മാഡം, അങ്ങനെയൊന്നും പറയരുത്. മാഡം സാറിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കണം. നിർത്തടി, നീ വായ തുറന്നാൽ അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴ്ത്തിടും. നീ ഒറ്റൊരുത്തിയാണ് എന്റെ കുടുംബം തകർത്തത്, എന്നിട്ടിപ്പോ പോരാത്തതിന് അവള് വന്ന് നല്ല പിള ചമയുവാ. ഇത് കേട്ട് അലീനയുടെ പൊട്ടി കരയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, വൈജയ്, ഡിവോഴ്സ് എന്ന തീരുമാനം നീ നല്ല ആലോചിച്ചിട്ട് തന്നെയാണ് എടുത്തത്. അതെ, ഞാനെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചതാ. നിങ്ങൾ ഇവളെ അവിടുന്ന് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകും. എന്നൊക്കെ വൈജയുടെ ശബ്ദം ഉയർത്തി പറയുമ്പോ അലീന പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പോയിക്കോളാം, ഞാൻ കാരണം നിങ്ങൾ പിരിയാൻ പാടില്ല. അപ്പൊ ബാലേന്ദ്രൻ പറയും, ഇല്ല മോളെ, നീ എങ്ങോട്ടും പോകുന്നില്ല, നീ അവിടെ തന്നെ തുടരും എന്റെ മകളായിട്ട്. നിന്നെ അംഗീകരിക്കാത്തവർ എന്റെ വീട്ടിൽ എന്റെ ഭാര്യ പദവിയും കെട്ടി ജീവിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് കട്ടകൽപ്പിൽ അലീനയെ വിളിച്ച് ബാലേന്ദ്രൻ പോവാണ്. ഇത് കേട്ട് വൈജയുടെ ദേഷ്യത്തിൽ പറയും, നിന്നെ അയാളെ ഞാൻ സുഖമായിട്ട് വാഴ്ത്തിലടി കാണിച്ചു തരാൻ. ഞാൻ നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവിടുന്ന് പറഞ്ഞയച്ചിരിക്കും. ഞാനൊന്ന് ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കട്ടെടി എന്നൊക്കെ വൈജ ദേഷ്യത്തോടു കൂടി അയാളെ പറയുന്നുണ്ട്. ഞാനൊന്ന് ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കട്ടെടി എന്നൊക്കെ വൈജ ദേഷ്യത്തിൽ പറയും. അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിന് പുറത്തെത്തിയ ശേഷം അലീന ഒരേ കരച്ചിലാകും. മോളെ, നീ എന്തിനാ കരയുന്നേ? നിനക്കറിയുന്നല്ലേ നിന്റെ അമ്മയുടെ സ്വഭാവം. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. നീ വിഷമിക്കണ്ട, നിനക്ക് ഈ അച്ഛനിലെ കൂടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ബാലേന്ദ്രൻ അവിടെ അലീനെ സമാധാനിപ്പിക്കാണ്. എന്തായാലും നമ്മുടെ വൈജയന്തി ബാലേന്ദ്രന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. കമല ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് വൈജയ് നോക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന്. എന്തായാലും അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. നോവൽ വായിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.